ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന സിംഗിൾ ടാക്സ് ആണ്. മുൻപ് വാറ്റ്, സർവീസ് ടാക്സ് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ഇങ്ങനെ പലതരം ടാക്സുകൾ ഉണ്ടായിരുന്നു. GST വന്നപ്പോൾ ഈ ടാക്സുകളെല്ലാം ഏകീകരിച്ച് ഒരൊറ്റ ടാക്സായി മാറി. നമ്മളിത് നോക്കാൻ പോകുന്നത് പുതുക്കിയ GST നിരക്കുകളും ഏതൊക്കെ സാധനങ്ങളും സർവീസുകളും ഏത് സ്ലാബിലാണ് വരുന്നത് എന്നതൊക്കെയാണ്. ഇതിൻ്റെ കൂടെ ഈ ചേഞ്ചുകൾ സാധാരണക്കാരെയും വ്യാപാരികളെയും എങ്ങനെ ബാധിച്ചു അല്ലെങ്കിൽ ബാധിക്കും എന്നൊരു അവലോകനം കൂടി നമ്മൾ ചെയ്യുന്നു. മുൻപ് GST നിലവിൽ വന്നപ്പോൾ നമുക്ക് 4 സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. 5%, 12%, 18%, പിന്നെ 28% എന്നിവയായിരുന്നു അത്. അതായത് നിങ്ങൾ ഇതിനു മുമ്പ് ഒരു 100 രൂപയുടെ 18% സ്ലാബിൽ വരുന്ന ഒരു സാധനമാണ് വാങ്ങിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്നത് 118 രൂപയായിരുന്നു. ഇനി സെപ്റ്റംബർ 22, 2025 മുതൽ 4 പകരം 3 സ്ലാബുകൾ മാത്രമേ GSTയിൽ ഉണ്ടാവുകയുള്ളൂ. 5%, 18%, 40% എന്നിവയാണവ. നേരത്തെ ഉണ്ടായിരുന്ന 5% അല്ലെങ്കിൽ 12% ഉണ്ടായിരുന്ന മിക്ക സാധനങ്ങളും ഇപ്പോൾ ഒന്നില്ലെങ്കിലും ടാക്സിൽ നിന്ന് ഒഴിവായി അല്ലെങ്കിൽ 5% സ്ലാബിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ടാക്സ് കൊടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ നേരത്തെ GST കൊടുക്കേണ്ടിയിരുന്ന എന്നാൽ ഇപ്പോൾ ഈ ഒരു ചേഞ്ചിന് ശേഷം 0% സ്ലാബിലേക്ക് വന്നിരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാല്, പനീർ, റൊട്ടി, പിസയുടെ ബ്രെഡ്, ഖാക്ര അതായത് ഇന്ത്യൻ ബ്രെഡ്സ് എല്ലാം കൂടെ അല്ലെങ്കിൽ കഴിക്കേണ്ട സാധനങ്ങളെല്ലാം 0% GSTയിലേക്ക് വന്നു. അതുപോലെ എഡ്യൂക്കേഷൻ സപ്ലൈസ് അതായത് പെൻസിൽ, നോട്ട്ബുക്ക്, മാപ്പുകൾ, ഗ്ലോബ്, റബ്ബർ, സ്കെയിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ 0% ടാക്സിലേക്ക് വന്നു. നിങ്ങൾക്ക് ടാക്സ് GST ഇല്ല. അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയംസ്, നേരത്തെ നമ്മൾ 50,000 രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു പ്രീമിയം എടുത്തിരുന്നെങ്കിൽ അതിന് നമ്മൾ ടാക്സ് അടക്കം 52,250 രൂപ കൊടുക്കണമായിരുന്നു. ഇനി നമുക്ക് അതെല്ലാം 0%ലേക്ക് വന്നു. എന്ന് വെച്ചാൽ 50,000 രൂപ ഉള്ളതാണെങ്കിൽ 50,000 രൂപ മാത്രം അടച്ചാൽ മതി. ഇനി 5% ടാക്സ് സ്ലാബിൽ വന്ന ഐറ്റംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫുഡ് ഉൽപ്പന്നങ്ങളായ നെയ്യ്, ബട്ടർ, ചീസ്, പിന്നെ ചോക്ലേറ്റ്, പാസ്ത, ഡ്രൈഡ് ഫ്രൂട്ട്സ്, നട്ട്സ്, മാൾട്ട്, സ്റ്റാർച്ച്, വെജിറ്റബിൾ എക്സ്ട്രാക്ട്സ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ 5% സ്ലാബിൽ വന്നു. ഇനി നമ്മുടെ പേഴ്സണൽ കെയർ ഐറ്റംസ് ആയ സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, പൗഡർ, ഹെയർ ഓയിൽ, പിന്നെ ഹെൽത്ത് കെയർ എസെൻഷ്യൽസ് അതായത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുള്ള തെർമോമീറ്റർ, കിറ്റുകൾ, മെഡിക്കൽ ഓക്സിജൻ, കണ്ണട, പിന്നെ ലൈഫ് സേവിങ് ഡ്രഗ്സ് ഇതിനെല്ലാം 5% ടാക്സേ ഉള്ളൂ ഇപ്പോൾ. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് ആയ നോട്ട്ബുക്ക്, സ്റ്റേഷനറി, ഈ നേരത്തെ പറഞ്ഞ 0%ൽ വരാത്ത സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം 5%ലാണ് വരുന്നത്. ഇനി അഗ്രികൾച്ചർ, ഫാമിംഗ് എക്യുപ്മെൻറ്റ്സ് ആയ ട്രാക്ടറിൻ്റെ പാർട്ടുകൾ, ഇറിഗേഷൻ സിസ്റ്റം, പെസ്റ്റിസൈഡ്സ്, അഗ്രികൾച്ചറൽ മെഷീനറി, പിന്നെ ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആയ AC, TV, ഡിഷ് വാഷർ, വീട്ടുപകരണങ്ങൾ, ടോയ്സ്, ഹാൻഡിക്രാഫ്റ്റ് മെറ്റീരിയൽസ്, ഫർണിച്ചർ, പിന്നെ തയ്യൽ മെഷീൻ ഇതെല്ലാം 5% ടാക്സിലാണ് ഇനി വരുന്നത്. ഇതുകൂടാതെ സർവീസ് സെക്ടറിലുള്ള ഹോട്ടൽ സ്റ്റേസ് അതായത് നിങ്ങളൊരു 7,500 രൂപ വരെ പെർ ഡേ റൂം റെൻറ്റ് വരുന്ന ഹോട്ടലിൽ നമുക്ക് 5% വരുന്നുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, എക്കോണമി ഫ്ലൈറ്റ് ടിക്കറ്റിന് 5% ഉള്ളൂ. ജിമ്മ്, സലൂണ്, മുടി വെട്ടണത്, അതുപോലെ യോഗ ക്ലാസ് ഇതെല്ലാം 5% സ്ലാബിലാണ് വരുന്നത്. ഇനി മെയിനായിട്ട് പറയേണ്ടത് 1500 cc അല്ലെങ്കിൽ 1200 cc താഴെയുള്ള നമ്മുടെ പെട്രോൾ കാറുകളും 1500 cc താഴെയുള്ള ഡീസൽ കാറിനും 5% GST ഉള്ളൂ. നേരത്തെ അത് 18%, 28% ഒക്കെ ആയിരുന്നു. അതുപോലെ 350 cc വരെയുള്ള ബൈക്കുകൾക്ക് 5% ടാക്സിലാണ് വരുന്നത്. നേരത്തെ 18%, 28% ഒക്കെ ആയിരുന്നു. ഇനി നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന GST റേറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പനീർ, റൊട്ടി ഇതുപോലത്തെ ബ്രെഡ് ഐറ്റംസിന് നേരത്തെ 5 മുതൽ 12% വരെയായിരുന്നു GST. ഇപ്പോൾ അത് 0% ആയി. ഇനി നെയ്യ്, ബട്ടർ, ചീസിന് 12 മുതൽ 18% വരെ ഉണ്ടായിരുന്നത് 5% കുറഞ്ഞു. സോപ്പ്, ഷാംപൂ തുടങ്ങിയ ഐറ്റംസിന് 18% ഉണ്ടായിരുന്ന 5%. ഇൻഷുറൻസ് പ്രീമിയത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉള്ളത്. 18% ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടായിരുന്നത് ഇപ്പോൾ 0%ലേക്ക് വന്നു. മിഡ് റേഞ്ച് കാർസിന് നേരത്തെ 28% ഉണ്ടായിരുന്നത് ഇപ്പോൾ 5%. കാർ വാങ്ങാനൊക്കെ
പറ്റിയ സമയമാണ്. പിന്നെ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ, അതായത് സിഗരറ്റ്, ഗുഡ്ക, പാൻ പരാഗ്, പാൻ മസാല തുടങ്ങിയ സാധനങ്ങൾക്ക് 28% പ്ലസ് സെസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 40% ഫിക്സഡായി, അതായത് അത് കൂടിയിട്ടുണ്ട്. അതുപോലെ ഷുഗറി ഡ്രിങ്ക്സും കാർബണേറ്റഡ് ഡ്രിങ്ക്സും, അതായത് സോഡ, കൊക്കക്കോള, പെപ്സി, ലിംക, മെറിൻഡ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫാൻഡ തുടങ്ങിയ സാധനങ്ങൾക്ക് നേരത്തെ 28% ഉണ്ടായിരുന്നത് ഇപ്പം 40%. ഇത് ആളുകളുടെ ഈ വക സാധനങ്ങളുടെ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ ലക്ഷറി കാറുകളും യാച്ചുകൾ, അതായത് നമ്മുടെ ക്രൂസ് ബോട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം 28% നേരത്തെ ഉണ്ടായിരുന്നത് 40%ലേക്കായി. അതായത് നിങ്ങളുടെ ഗ്രോസറി ബിൽസ്, അതായത് പച്ചക്കറി, പലവ്യഞ്ജനം, വീട്ട് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ പർച്ചേസ്, നിങ്ങൾക്ക് മന്ത്ലി വരുന്ന ബില്ല് ഒരുപാട് കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 18% അല്ലെങ്കിൽ ഒരു 20% വരെ കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യപ്പെട്ട നിങ്ങളുടെ ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ, ഇതിനെല്ലാം പൈസ കുറയും. എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ടിയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 18% റേറ്റ് ഇനി തൊട്ട് കുറവായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു കാറോ അല്ലെങ്കിൽ ഒരു മീഡിയം കാറോ മീഡിയം ബൈക്കോ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ടാക്സ് വളരെ കുറവേ വരുന്നുള്ളൂ. ഇനി ഈ ഒരു GST ചേഞ്ചിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺസംഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാങ്ങുന്നതിനുള്ളൊരു കപ്പാസിറ്റി കൂട്ടുക. പ്രത്യേകിച്ച് ദീപാവലിക്ക് മുന്നോടിയായിട്ടായിരിക്കും ഈ ഒരു ചേഞ്ചൊക്കെ നിലവിൽ വരുന്നത്. കേരളത്തിൽ അത്ര വലിയൊരു ബിഗ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കൂടെ ബാക്കിയുള്ള ഭാരതത്തിലെ കംപ്ലീറ്റ് സംസ്ഥാനങ്ങളിലും ദീപാവലി എന്ന് പറയുന്നത് അവരുടെ ഒരു വൺ ഓഫ് ദ മേജർ ഫെസ്റ്റിവൽസ് ആണ്. അപ്പം ഇതിനു മുന്നേ ഈ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ, ഈ ഒരു GST റേറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ, ദീപാവലിയുടെ ഓഫറുകളും കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പർച്ചേസിങ്, ആളുകൾ കണ്ടമാനം കാര്യങ്ങൾ മേടിച്ചു കൂട്ടുകയും ഒരുപാട് ഗുഡ്സും സർവീസും അല്ലെങ്കിൽ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കും. അതുവഴി നമ്മുടെ എക്കോണമി ഒന്ന് സ്പീഡാക്കാൻ പറ്റും. അതായത് എക്കോണമിയുടെ ചലനം ഒന്ന് സ്പീഡാക്കി എടുക്കാനായിട്ട് കഴിയുമെന്നാണ് ഗവൺമെന്റ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. മുമ്പത്തേക്കാളും ഏകദേശം 50,000 കോടി രൂപയുടെ നഷ്ടമാണ് ടാക്സ് ഇനത്തിൽ ഗവൺമെന്റിൽ വരുന്നത്. പക്ഷേ ഇത് ഇവർക്ക് റിക്കവർ ചെയ്യാന്നുള്ള പ്രതീക്ഷയുള്ളത് ആളുകൾ കൂടുതൽ സാധനങ്ങൾ മേടിച്ച് കൂട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വരുമ്പോൾ ഈ ടാക്സിനെ കൺസ്യൂമിങ് പവർ കൂടുമ്പോൾ വരുന്ന ചേഞ്ചസിലൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കണക്കൂട്ടലാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെ. ഇനി ഈ ഒരു ചേഞ്ചസ് കാരണം വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ചേഞ്ചസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വരാൻ പോകുന്ന സെക്ടർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FMCG, ഓട്ടോമൊബൈൽ, റീറ്റെയിൽ, അഗ്രികൾച്ചറൽ, ഇൻഷുറൻസ്, ഇത്രയും സെക്ടേഴ്സിൽ നിങ്ങൾക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല കാലമാണ് വരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം സ്റ്റോക്ക് റേസ് ചെയ്യാൻ പോവുകയാണ്. ഈ മേഖലകളിലുള്ള കമ്പനികളുടെ എല്ലാം പ്രോഫിറ്റ് കൂടാൻ പോവുകയാണ്. ഈ ഒരുപാട് സാധനങ്ങളാണ് വിറ്റഴിക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഈസിയായി. ഇനി നിങ്ങൾ അൾട്രാ ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുശീലങ്ങളുണ്ട്, നിങ്ങൾ സിഗരറ്റ് വലിക്കും, പാൻ യൂസ് ചെയ്യും, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി പൈസ ചിലവാകും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇപ്പോഴും GSTയുടെ പരിധിയിൽ വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് GST ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് മദ്യത്തിൻ്റെ വില ഇനിയും കേരള സർക്കാരൊക്കെ കൂട്ടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പിന്നെ ബുള്ളറ്റ് പ്രേമികൾ, അതുപോലെ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റുകൾ, ഇവർക്കെല്ലാം ഈ ഒരു GST റേറ്റ് മൂലം ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ലൊരു ബൈക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 350cc അല്ലെങ്കിൽ 500cc ബൈക്കുകളൊക്കെയാണ് ഇത്തിരി സ്പാർക്ക് തരുന്ന അല്ലെങ്കിൽ റൈഡിങ് കംഫർട്ടൊക്കെ തരുന്ന വണ്ടികൾ. സാധാരണക്കാരന് എപ്പോഴും നല്ലതാണ് 250cc അല്ലെങ്കിൽ 350cc താഴെയുള്ള ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ ഒരു ഹാർലി ഡേവിഡ്സൺ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് ചിലവ് വരും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പുതുക്കിയ GST റേറ്റുകൾ നമുക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ടോ? കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്